എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ചില തിരക്കുകളൊക്കെ കാരണം കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഏതായാലും ഇനി അങ്ങോട്ട് കൂടുതൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ആത്മവിശ്വാസത്തോടെ ജീവിക്കാനാവണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന്, അല്ലേ? കാരണം നമ്മുടെ ജീവിതത്തെ ശക്തമായിട്ട് കരുത്തോടെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആത്മവിശ്വാസം ചോർന്നു പോയാൽ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിപ്പോകും. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസമുള്ള ഒരാളാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് വളർത്തിയെടുക്കേണ്ടത്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വലിയ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. എങ്ങനെയാണ് ആത്മവിശ്വാസം നമ്മളിൽ രൂപപ്പെടുന്നത്? നമ്മുടെ മനസ്സിൽ ആത്മവിശ്വാസം നിറയുന്നത് എങ്ങനെയാണ്? അത് നമ്മുടെ മനസ്സിൽ പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോഴാണ്, അല്ലേ? പ്രതീക്ഷകൾ ഉള്ളിടത്ത് ആത്മവിശ്വാസം ഉണ്ടാവും. പലപ്പോഴും ജീവിതത്തിൽ നമുക്കില്ലാതെ പോകുന്നത് പ്രതീക്ഷകളാണ്. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കും. പ്രതീക്ഷകൾ കൈവിട്ടു പോകുമ്പോൾ മെല്ലെ മെല്ലെ നമ്മുടെ ആത്മവിശ്വാസവും ചോർന്നു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഒരു പരീക്ഷയ്ക്ക് പോവുകയാണ്, PSC എക്സാമിനൊക്കെ പോകുന്നതല്ലേ? അങ്ങനെ പോകുമ്പോൾ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, ആ പരീക്ഷ എഴുതണമെങ്കിൽ എന്തുണ്ടാവണം? ആ പരീക്ഷയെക്കുറിച്ച്, ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് നല്ല പ്രതീക്ഷകൾ നമുക്കുണ്ടാവണം, അല്ലേ? ഗൾഫിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് പോകാറില്ലേ? നല്ല ആത്മവിശ്വാസത്തോടെ നമുക്ക് പലപ്പോഴും പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്, അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് ആത്മവിശ്വാസത്തോടെ നമുക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഘടകം. നമ്മൾ കല്യാണമൊക്കെ കഴിക്കുന്ന ആ ഒരു സമയത്ത്, കല്യാണം കഴിച്ചവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും മനസ്സിലാവും. ഈ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കല്യാണത്തിന് എന്ന രീതിയിലുള്ള ആ സമയം എത്തുമ്പോൾ നമ്മുടെയൊക്കെ മുഖത്ത് കാണാൻ പറ്റും ആ ഒരു ഉണർവും ഉന്മേഷവും വലിയൊരു എക്സൈറ്റ്മെന്റും ഒരു മുഖത്തൊക്കെയുള്ള ഒരു പ്രസരിപ്പും ഒക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? എന്തുകൊണ്ടാണ്? നമുക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും വിവാഹത്തോടടുത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ, നമ്മുടെ മുഖത്ത് വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഒരുപാട് ഹാപ്പിയാവും, ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ പല കാര്യങ്ങളെയും നേരിടും. എന്തുകൊണ്ടാണ്? അത് ആ വിവാഹത്തെക്കുറിച്ചുള്ള വലിയ നല്ല പ്രതീക്ഷകൾ നമ്മൾ വച്ചു പുലർത്തുന്നതുകൊണ്ടാണ്. ആ വിവാഹവുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിറയുന്നത് കൊണ്ടാണ്. അപ്പോഴുണ്ടാകുന്ന എന്താണ്? വലിയൊരു ആത്മവിശ്വാസം, വലിയ സന്തോഷം നമ്മുടെ മനസ്സിൽ രൂപപ്പെടും. തീർച്ചയായിട്ടും പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഒരു ഭംഗിയും സൗന്ദര്യവും ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് കാണാൻ പറ്റും. പലപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ പ്രതീക്ഷകളാണ്. ഈ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നിടത്താണ് നമ്മുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നതും വലിയ അസ്വസ്ഥതയിലേക്ക് നമ്മൾ വഴുതി വീഴുന്നതും. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വയനാട് ഒരു ദുരന്തം ഉണ്ടായി, അല്ലേ? ഒരുപാട് ആളുകൾ അതിൽ മരണപ്പെട്ടു. ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും, അല്ലെ? നാടും വീടും കുടുംബവും അങ്ങനെ പലതും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തളർന്നു കിടക്കുന്ന മനസ്സാണ് അവരൊക്കെ. അവർക്ക് നമുക്ക് നൽകാനുള്ളത്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ലോകത്തിന്, ഭരണകൂടത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? അല്ലെങ്കിൽ എന്താണ് ആദ്യം കൊടുക്കേണ്ടത് എന്നറിയോ? പ്രതീക്ഷകളാണ്. അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവർക്ക് നമുക്ക് സമ്മാനിക്കാൻ പറ്റണം. പ്രതീക്ഷയറ്റ് നിൽക്കുന്നവരാണ് അവർ. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നു വീണ് നിൽക്കുന്നവര്. അവർക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവരുടെ മനസ്സിൽ നമുക്ക് കോറിയിടാൻ പറ്റണം. അപ്പോൾ മാത്രമാണ് അവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി മനോഹരമായ രീതിയിൽ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുകയുള്ളൂ. ആ പ്രതീക്ഷകളെ അവർക്ക് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ വലിയ തകർച്ചയിലേക്ക് ആ ജീവിതങ്ങളൊക്കെ വഴുതിപ്പോകുമെന്നും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്.
നമ്മളൊരു ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ബിസിനസ് ആത്മവിശ്വാസത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, തുടങ്ങാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രതീക്ഷകൾ നമുക്ക് വച്ചു പുലർത്താൻ സാധിക്കുമ്പോഴാണ്, അല്ലെ? ഇങ്ങനെ ചെറുതും വലുതുമായ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ നല്ല നല്ല പ്രതീക്ഷകൾ സൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾക്ക് ആത്മവിശ്വാസത്തോടെ ആ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത്. പ്രതീക്ഷകളുള്ള ഒരു വ്യക്തിയാവുക. പ്രതീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ട് മനോഹരമായ ഒരു 4 വരിയുണ്ട്. മുമ്പ് എപ്പോഴോ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പേമാരിയും പെയ്തൊഴിയും, അശാന്തിയുടെ കരിമേഘങ്ങളൊഴിയും, ഒരു വസന്തകാലം വരിക തന്നെ ചെയ്യും. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ പേമാരികൾ പെയ്തൊഴിയും. മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന അശാന്തിയുടെ കാർമേഘങ്ങളൊക്കെ ഒരു ദിവസം വിട്ടൊഴിയുകയും ചെയ്യും. എന്നിട്ടോ ഒരു വസന്തകാലം വരിക തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാനാവണം. ആ പ്രതീക്ഷയാണ് ജീവിതത്തിന്റെ ഭംഗി. ആ പ്രതീക്ഷയാണ് ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള കരുത്ത്. നമുക്ക് ഓരോരുത്തർക്കും അതുണ്ടാവണം എന്നുള്ളതാണ്. പ്രതീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ മനോഹരമായ രസകരമായ ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരു മുറിയിൽ 4 മെഴുകുതിരികൾ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് അതിലൂടെ കടന്നുപോയ ഒരു കുട്ടി ഈ 4 മെഴുകുതിരികളുടെയും മൃദു സംഭാഷണം കേട്ടിട്ട് മുറിയിലേക്ക് കയറി വന്നു. എന്നിട്ട് കുട്ടി മെഴുകുതിരികളോടായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്നതെന്ന്. അപ്പോൾ ഒന്നാമത്തെ മെഴുകുതിരി പറഞ്ഞു, ഞാൻ സമാധാനമാണ്. സംഘർഷാഭരിതമായ ഈ ലോകത്ത് എന്നെ കെടാതെ സൂക്ഷിക്കാൻ ആരുമില്ല. പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്? അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒന്നാമത്തെ മെഴുകുതിരി അങ്ങ് അണഞ്ഞുപോയി. അത് അണഞ്ഞുപോയതിൻ്റെ പിന്നാലെ രണ്ടാമത്തെ മെഴുകുതിരി പറഞ്ഞു, ഞാൻ വിശ്വാസമാണ്. ചതിയും വഞ്ചനയും ഒക്കെ കൂടപ്പിറപ്പാക്കിയ കാപട്യങ്ങളുടെ ഈ ലോകത്ത് ഞാൻ വെറും ഒരു ആഡംബര വസ്തു മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും ഈ ലോകത്ത് ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. അത് പറഞ്ഞ് രണ്ടാമത്തെ മെഴുകുതിരിയും അങ്ങ് അണഞ്ഞുപോയി. അപ്പൊ കുട്ടിക്ക് കുറച്ച് സങ്കടമായി. ആ സങ്കടം തീരുന്നതിന് മുമ്പേ മൂന്നാമത്തെ മെഴുകുതിരി പറഞ്ഞു, ഞാൻ സ്നേഹമാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും നിർഭാഗ്യവാൻ, ഏവരാലും അവഗണിക്കപ്പെട്ടിട്ട് എനിക്കും ഇങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മൂന്നാമത്തെ മെഴുകുതിരിയും അങ്ങ് അണഞ്ഞുപോയി. അപ്പൊ 3 മെഴുകുതിരികളും അങ്ങ് അണഞ്ഞു പോയപ്പോൾ കുട്ടിക്ക് വല്ലാതെ സങ്കടമായി. അപ്പൊ കുട്ടി എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ അണഞ്ഞു പോയാൽ ഞങ്ങൾക്ക് വെളിച്ചം തരാൻ ആരാണുള്ളത്? അപ്പൊ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ 4ാമത് ഒരു മെഴുകുതിരി കൂടി ഉണ്ടല്ലേ. 4ാമത്തെ മെഴുകുതിരി കുട്ടിയോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ എന്നെ ചേർത്ത് പിടിച്ചാൽ മതി. നീ എന്നെ ചേർത്ത് പിടിക്കുന്നിടത്തോളം കാലം അണഞ്ഞുപോയ എല്ലാ തിരികളും നമുക്ക് കൊളുത്താൻ പറ്റും. വിശ്വാസത്തിൻ്റെതായാലും സമാധാനത്തിൻ്റെതായാലും സ്നേഹത്തിൻ്റെതായാലും ഒക്കെ എല്ലാ തിരികളും നമുക്ക് വീണ്ടും കൊളുത്താം. കാരണം ഞാൻ പ്രതീക്ഷയാണ് എന്ന്. അപ്പോൾ കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി. തിളങ്ങുന്ന കണ്ണുകളോടെ പ്രത്യാശയുടെ ജ്വാല കൊണ്ട് മറ്റ് 3 മെഴുകുതിരികൾക്കും കുട്ടി ജീവൻ നൽകി എന്നുള്ളതാണ് കഥ. കഥ അവിടെ കിടക്കട്ടെ. പക്ഷെ കഥയ്ക്കൊരു സാരാംശമുണ്ട്, അല്ലെ? ജീവിതത്തിൽ നമുക്ക് പല നഷ്ടങ്ങളും പല തകർച്ചകളും ഒക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നഷ്ടപ്പെട്ടു പോയ പലതും പ്രതീക്ഷകളുടെ തിരുനാളം കൊണ്ട് ജീവിതത്തിൽ നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയ പലതും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ സത്യമാണ് ഒരുപക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതും. അതിനെന്ത് വേണം? പ്രതീക്ഷകൾ ഉണ്ടാവണം. കൈവിട്ടു പോയത്, നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അതിന് പ്രതീക്ഷകൾ ഉണ്ടാവണം. ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്കിതൊക്കെ സാധ്യമാണ് എന്ന ഒരു പ്രതീക്ഷ. എന്താണ് ശരിക്കും പ്രതീക്ഷ എന്ന് പറയുന്നത്? ഏത് പ്രശ്നങ്ങൾക്കിടയിലും ഏത് പ്രതിസന്ധികൾക്കിടയിലും നല്ലതെന്തോ നമുക്കായി ഒരുങ്ങി വരുന്നുണ്ട് എന്ന് ചിന്തിക്കാനുള്ള മനസ്സിൻ്റെ പേരാണ് പ്രതീക്ഷ. ആ ഒരു മനോഭാവമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ജീവിതത്തെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ജീവിതത്തിൽ നല്ല കാര്യങ്ങളാണെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഏത് കാര്യം സംഭവിക്കാനും നിമിഷങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഒരു സുപ്രഭാതം കൊണ്ട് ജീവിതം മാറ്റങ്ങൾക്ക് വിധേയമാകും. അതായത് അത് നല്ല മാറ്റങ്ങളിലേക്കാണെങ്കിലും മോശമായിട്ടുള്ള മാറ്റങ്ങളിലേക്കാണെങ്കിലും. നല്ല രീതിയിൽ ജീവിച്ച ഒരാൾ പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം വലിയ പരാജയങ്ങളിലേക്ക് വഴുതി വീഴുന്നത് കാണാറില്ലേ? അതുപോലെ തന്നെയാണ് തിരിച്ചും. ഒരുപാട് പരാജയപ്പെട്ട് ജീവിതം കൈവിട്ടു പോയി എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിലും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങളുണ്ട്. അതിന് സാധ്യവുമാണ്. അങ്ങനെയുള്ള ചെറിയൊരു അവസരം നമ്മുടെ മുന്നിലേക്ക് വന്ന് വീണാൽ മതി.
അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ നമ്മൾ എന്നും മനസ്സിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ നല്ല നല്ല പ്രതീക്ഷകൾ തന്നെയാണ്. പ്രതീക്ഷകളോടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതത്തെ സുന്ദരമാക്കാൻ നമുക്കാവുന്നത്. ജീവിതത്തോട് ഒരു കൊതിയൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? പ്രതീക്ഷകൾ ഉണ്ടാവണം. ഭാവിയെക്കുറിച്ച്, നാളെയെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും കുറിച്ച് നല്ല നല്ല പ്രതീക്ഷകൾ നമുക്ക് വച്ചു പുലർത്താൻ കഴിഞ്ഞാൽ ജീവിതത്തെ കൊതിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാവും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.